ഹിജ്റയുടെ 40-ാം വർഷം വരെയുള്ള കാലഘട്ടം അതാണ്. ഖുലഫാഉർ റാഷിദുകൾ, ലോകം കണ്ടതിൽ വെച്ച് ഇത്ര സമ്പൂർണരായ ഭരണാധികാരികളില്ലാത്ത ആ ഭരണകാലഘട്ടം. 40 കഴിഞ്ഞ് ഹിജ്റയുടെ 132-ാമത്തെ വർഷം വരെ ഉമവികളാണ് പിന്നീട് മുസ്ലിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തവർ. അവർ ഇസ്ലാമിൻ്റെ ഭരണം ഏറ്റെടുത്ത് നടത്തി. ഉമവികൾ 132 മുതൽ ഹിജ്റ 656 വരെയുള്ള 656 വരെയുള്ള കാലഘട്ടത്തിൽ അബ്ബാസികൾ ഇസ്ലാമിൻ്റെ ഭരണം ഏറ്റെടുത്തു. ആ കുടുംബമാണ്, ആ വംശാവലിയാണ് പിന്നെ മുസ്ലിങ്ങളെ നയിക്കുന്നത്. 656 മുതൽ 698 വരെയുള്ള കാലഘട്ടത്തിൽ ഈജിപ്താണ് പിന്നീട് മുസ്ലിങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. മംലൂക്കികൾ എന്ന് പറയുന്ന വിഭാഗമാണ് മുസ്ലിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തത്. 698 മുതൽ 1924 വരെ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ക്രിസ്താബ്ദമല്ല, ഹിജ്റ വർഷമാണ്. 1924 ക്രിസ്താബ്ദമാണ്. അതായത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഭാഗം വരെ തുർക്കികളാണ് മുസ്ലിങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തത്, ഉസ്മാനിയ ഭരണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാണ് ഇങ്ങനെ ഓടിച്ചു പോയാൽ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൻ്റെ ഭാഗം. 1924 മുതൽക്കാണ് മുസ്ലിങ്ങൾക്കൊരു ഖലീഫ ഇല്ലാതായത്. ഞാനൊരു വലിയ വിവരമുള്ളവനായി അഭിനയിച്ചുകൊണ്ട് പറയല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടം മുതൽക്ക് തുടങ്ങിയ ഖിലാഫത്ത്, മുസ്ലിങ്ങൾക്ക് ലോകത്ത് ആഗോളാടിസ്ഥാനത്തിൽ ഒരു നേതാവ് ഉണ്ടാവുക എന്ന് പറയുന്ന ആ സംവിധാനം അവസാനിച്ചത് 1924 പോലും ഒരു മുസ്ലിമായ ഇന്നത്തെ പയ്യൻ അറിയില്ലെന്ന് പറഞ്ഞാൽ എന്തുമാത്രം പോരായ്മയാണെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. നമ്മുടെ ദുരവസ്ഥ ചൂണ്ടിക്കാണിച്ചാൽ, 1924 വരെ എന്ന് വെച്ചാൽ 100 കൊല്ലമായിട്ടില്ല, ലോകത്ത് മുസ്ലിങ്ങൾക്ക് ഒരു പൊതു നേതൃത്വമുണ്ട്. നിങ്ങൾക്കറിയാം ഇന്നത്തെ വിഷമം എന്താണ്, മുസ്ലിങ്ങൾക്ക് ഒരു പൊതു നേതൃത്വം ഇല്ലാത്തതിൻ്റെ. 1924 വരെ അതുണ്ടായിരുന്നു. അത് നശിപ്പിക്കാൻ കാരണക്കാരനായ ഒരു പിന്നെ ചരിത്രത്തിലെ വൃത്തികെട്ട മനുഷ്യനുണ്ട്. അതാണ് മുസ്തഫ കമാൽ പാഷ. സാമൂഹ്യ പാഠത്തിൽ നിങ്ങൾ ചൊല്ലിപ്പടിച്ച മുസ്തഫ കമാൽ പാഷ പുണ്യപുരുഷനാണ്. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ മുസ്തഫ കമാൽ പാഷ ഇസ്ലാമിന് മുസ്ലിങ്ങളോടും ഏറ്റവും അധികം ദ്രോഹം ചെയ്ത ഒരു വൃത്തികെട്ട മനുഷ്യനാണ്, ഒരു ശാപമാണ് മുസ്ലിം സമുദായത്തിന്റെ. അയാളാണ് ഇസ്ലാമിക ഖിലാഫത്ത് നിഷ്കാസനം ചെയ്തതും അതില്ലാതാക്കി തീർക്കുകയും ശ്രമിക്കുകയും ചെയ്തവൻ. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഒരുപാടുണ്ട് ഇതുപോലെ തലതിരിഞ്ഞു വന്ന കാര്യങ്ങൾ. ഞാൻ ചിലപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞു കാണും. ആവർത്തനം മുഷിപ്പാവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക, അത്രേ പറ്റൂ. ഗസ്നവിയിലെ മഹമ്മൂദ് ഗസ്നി നാം പഠിച്ചു വെച്ചത്, നമ്മെ പഠിപ്പിച്ചു തന്നത് അയാളൊരു വൃത്തികെട്ട മനുഷ്യനായിട്ടോ ഒരു അക്രമിയായ കൊള്ളക്കാരനായിട്ടോ ആണ്. മുസ്ലിം ചരിത്രകാരന്മാരുടെ വ്യക്തിയെ പരിചയപ്പെടുത്തുന്നത് ലോകത്തിൽ വന്ന പരിഷ്കർത്താക്കളായ പണ്ഡിതരുടെ കൂട്ടത്തിലാണ് ഈ ഭരണാധികാരി. ഷെയ്ഖ് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പോലെ മുസ്ലിം സമുദായത്തിലെ ജീർണതകൾ പരിഹരിച്ചുകൊണ്ട് തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വാർത്തെടുക്കാൻ ശ്രമിച്ച പരിഷ്കർത്താക്കളായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലാണ് മുസ്ലിം ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും മഹമ്മൂദ് ഗസ്നിയെ പിന്നെ ചേർത്തിരിക്കുന്നത്. പക്ഷെ നമുക്കറിഞ്ഞുകൂടാ, നാം പഠിച്ചു വെച്ചിരിക്കുന്ന അയാൾ ഒരു കുഴപ്പക്കാരനായിട്ടാണ്. അസ്തഗ്ഫിറുല്ലാഹ്. സ്വന്തം പിതൃത്വത്തെ, സ്വന്തം പൂർവികതയെ തള്ളിപ്പറയാന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഓട്ടപ്രദർശനം അവിടെ നടത്തിയത് ഇങ്ങനെ ഒരു 4 ഘട്ടങ്ങളിലായിക്കൊണ്ട് വന്നിട്ട് 1924 ശേഷമാണ് ഇങ്ങനെ എന്ന് പറയുമ്പോഴേ 1-2 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരാനാണ്. അതെന്താണെന്നറിയോ? ലോകത്ത് നിലവിൽ വന്ന എല്ലാ സംസ്കാരങ്ങളെയും സാമ്രാജ്യ ശക്തികളെയും ലോകത്തെ നിയന്ത്രിച്ച ശക്തികളെയും പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. 100 കണക്കിന് വർഷങ്ങൾ കൊണ്ട് ആണ് പലപ്പോഴും അവ അസ്ഥിമാരമുറപ്പിച്ചത്. ചരിത്രം അങ്ങനെയാണ് പറയാറുള്ളത്. ഇപ്പം ഗ്രീക്കുകാരായിരുന്നാലും ശരി, റോമാ സാമ്രാജ്യം, പേർഷ്യ സാമ്രാജ്യം ഒക്കെ നൂറ്റാണ്ടുകൾ കൊണ്ടാണ്. എന്നാൽ ലോകത്തിന്റെ 1/3 വരുന്ന ഭാഗം അല്ലെങ്കിൽ 5/1 വരുന്ന ഭാഗം മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിലായത് വെറും 80 വർഷം കൊണ്ടാണ്. 80 വർഷം. ഒരു 80 വർഷക്കാലം പിന്നിടുമ്പോഴേക്ക് ലോകം മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അത് അതിക്രമം കൊണ്ടോ രക്തച്ചൊരിച്ചിൽ കൊണ്ടോ അല്ല, നേരായ ദീനിന്റെ പ്രബോധന പ്രവർത്തനം കൊണ്ട് തടഞ്ഞപ്പോൾ ചില ഏറ്റുമുട്ടലുകൾ ഉണ്ടാകേണ്ടി വന്നതൊഴിച്ചാൽ മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സഹാബികളുടെ ഒരു ധീരത, നാം മാതൃകയാക്കേണ്ട ഒരു ധീരത. ലോകത്തെ വൻ ശക്തികളാണ് പേർഷ്യ സാമ്രാജ്യം, റോമ എന്ന് പറഞ്ഞാൽ. രണ്ടിനെയും ഒരേ സമയത്ത് ആക്രമിക്കുന്നത്, അറ്റാക്ക് ചെയ്യുന്നത്. വെറുതെ കയറി ആക്രമിച്ചതല്ല, പ്രബോധനത്തിന് തടസ്സമുണ്ടാക്കിയപ്പോൾ ഒരു ഭയപ്പാടുമില്ല. ഒരേ സമയത്ത് പേർഷ്യയുടെ ഭാഗത്തേക്കും സൈന്യത്തെ പറഞ്ഞയച്ചു, ഒരേ സമയത്തേക്കാണ് റോമാ സാമ്രാജ്യത്തിന് നേരെയും സൈന്യത്തെ പറഞ്ഞയക്കുന്നത്.
ഒരേ സമയത്ത് രണ്ടിനെയും നിലം പരിശാക്കിയിട്ട് ഒരു ഹിജ്റയുടെ ഖുലഫാഉർ റാഷിദുടെ കാലഘട്ടം തീരുമ്പോഴേക്ക് അതൊക്കെ ഈ മുസ്ലിങ്ങൾക്ക് കീഴ്പ്പെട്ടു. ചിന്തിക്കുക, ശ്രദ്ധിക്കുക. ഈ പൈതൃകത്തിന്റെ പിൻതലമുറക്കാരാണ് നമ്മളെന്ന ബോധം തലയിൽ ഉണ്ടാവേണ്ടത്. നാം നേരിടുന്ന വെല്ലുവിളികൾ എന്താണെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടോ? അതിന്റെ പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് എളുപ്പമാകും. എത്ര എനിക്ക് പറയേണ്ടതുള്ളൂ, ബാക്കി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് ലോകത്ത് മുസ്ലിം രാജ്യങ്ങളുടെ മാപ്പ് പരിശോധിച്ചാൽ അറിയാം എവിടെയൊക്കെയാണുള്ളത്. ഏഷ്യയിലും പിന്നെ ആഫ്രിക്കൻ വൻകരയിലും ഒക്കെ ആയിക്കൊണ്ട് എവിടെയെല്ലാം മുസ്ലിം രാജ്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഇതിന് കുറച്ച് മുമ്പ്, ഏതാണ്ട് ഒരു 100 വർഷത്തിന് മുമ്പോ അല്ലെങ്കിൽ കുറച്ചുകൂടി പിറകോട്ട് പോയാൽ ലോകത്തിൽ ഇതിനേക്കാൾ ഏറെ ഭാഗം മുസ്ലിം രാജ്യങ്ങളായിരുന്നു എന്നത് നമുക്കറിഞ്ഞുകൂടാ. ചിലപ്പോഴൊക്കെ ടി വിയിൽ സ്പെയിനിന്റെ ചിത്രം കാണിക്കാറുണ്ട്. പല ടി വികളും പല ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉയർന്ന ചർച്ചുകൾ കാണിക്കാറുണ്ട്. അവിടുത്തെ കുരിശൊക്കെ നാട്ടിയിരിക്കുന്ന ചർച്ചുകൾ കാണിക്കാറുണ്ട്. ആ ചർച്ചുകളുടെ ചുവരുകളിൽ മുഴുക്കി എഴുതി വെച്ചിരിക്കുന്ന ഖുർആൻ ആയത്തുകളാണ്. സുന്ദരമായ കാലിയോഗ്രാഫിയിൽ ഖുർആന്റെ ആയത്തുകൾ എഴുതി രേഖപ്പെടുത്തപ്പെടാൻ മാത്രം വിശാല മനസ്കത കാണിച്ചു ക്രിസ്ത്യാനികൾ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല. 800 വർഷം മുസൽമാന്റെ അധീനതയിൽ ഉണ്ടായിരുന്നതാണ് സ്പെയിൻ എന്ന് പറയുന്ന നാട്. അത് ക്രിസ്ത്യാനികൾ ജയിച്ചടക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തപ്പോൾ ആ പള്ളികൾ നശിപ്പിക്കാൻ തോന്നിയില്ല. അത്ര വാസ്തുശില്പയിൽ ഉന്നതമാണ്, എഞ്ചിനീയറിംഗിൽ ഉയർന്നതാണ്, അത്രക്ക് ഭംഗിയുണ്ടാവാം. ആ പള്ളികളിലെ കാലിയോഗ്രാഫികളൊന്നും മായ്ക്കാൻ പറ്റാതെ ആ മിഹ്റാബുകൾ അവർ അൾത്താരകളാക്കി മാറ്റി. ആ പള്ളികളെ അവർ ബാങ്ക് വിളിക്കേണ്ട സ്ഥലങ്ങളും ഏതനുകളും കുരിശിന്റെ സ്ഥാനങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. സ്പെയിൻ മുസൽമാന് നഷ്ടപ്പെട്ട ഒരു സത്യമാണ്, ഒരു സ്വർഗമാണ്, ഭൂമിയിലെ സ്വർഗമാണ്. ആ പ്രയോഗം ശരിയാണെങ്കിൽ അതുപോലെ നമുക്കറിഞ്ഞുകൂടാ. മോസ്കോ കമ്മ്യൂണിസ്റ്റുകളുടെ കയ്യിൽ ഒരു പ്രദേശമായിട്ടാണ് മുസൽമാൻ മനസ്സിലാക്കിയത്. മോസ്കോ മുസൽമാന്റെ അധീനതയിൽ ഉണ്ടായിരുന്നു വർഷങ്ങളോളം. ചൈനയുടെ എത്ര ഭാഗം മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്നു എന്നറിയാമോ? ചൈനയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ കിഴക്കൻ ഭാഗത്ത് ആ ബാൾട്ടിക് രാജ്യങ്ങളിൽ ഉസ്ബെക്കിസ്ഥാനും സമർക്കന്തും ബുഖാറയും അടങ്ങുന്ന ആദർബീജാനും അടങ്ങുന്ന ആ ഭാഗം മുഴുവൻ മുസൽമാന്റെ ചൊൽപ്പടിക്ക് കീഴിലായിരുന്നു. ഉപ്പാപ്പയുടെ ആനക്കഥ പറയാനല്ല ഞാനിത് പറയുന്നത്. ഇത് കേട്ടാൽ കിട്ടേണ്ട ഒരു ഗുണപാഠമുണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇന്ത്യ, ആ വിശാലമായ ഇന്ത്യ തുടങ്ങിയുള്ള ഭാഗങ്ങൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിൽ നഷ്ടപ്പെട്ടു പോയെങ്കിലും മുസൽമാന്റെ സ്വാധീനം നഷ്ടപ്പെടാത്ത വിധത്തിൽ തന്നെ എന്ന് ഞാൻ പറയട്ടെ. അവിടെ നിങ്ങോട്ട് വന്നാൽ ഈ മിഡിൽ ഈസ്റ്റാണ്, ഈ ഭാഗങ്ങളാണ്, ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. യൂറോപ്പിൽ ഇസ്ലാമിന്റെ ചിത്രം കാണിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതാണിന്ന്? പക്ഷെ നിങ്ങളറിയോ, പോർച്ചുഗൽ ഇസ്ലാമിക രാജ്യമായിരുന്നു. എനിക്കൊരബദ്ധവും പറ്റിയിട്ടില്ല, ഉറപ്പിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു. മനസ്സിലാക്കിയ സാഹചര്യത്തിലുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് തിരുത്താം. പോർച്ചുഗൽ ഇസ്ലാമിക രാജ്യമായിരുന്നു. ബൾഗേറിയ ഇസ്ലാമിക രാജ്യമായിരുന്നു. റൊമേനിയ മുസ്ലിങ്ങളുടെ അധീനതയിലായിരുന്നു. എന്തിന്? ഇറ്റലിയുടെ കുറെ ഭാഗം മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു. ഫ്രാൻസിന്റെ കുറെ ഭാഗം മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു. സ്വിറ്റ്സർലൻഡ് പൂർണ്ണമായും മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു. ഒടുവിൽ ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയുടെ ഭാഗം വരെ, വിയന്ന കീഴ്പ്പെട്ടില്ലെങ്കിലും വിയന്നയുടെ ഭാഗം വരെ മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു. അറിയില്ല നമുക്ക് നഷ്ടപ്പെട്ടതാണെന്ന്. ബൾഗേറിയയും റുമേനിയയും ബോസ്നിയയും അതുപോലെ തന്നെ അൽബേനിയയും ബോസ്നിയയും ഒക്കെ ചില ചരിത്ര ചില അടുത്തുണ്ടായ ചില സംഭവങ്ങൾ കൊണ്ട് ഓർമ്മിക്കപ്പെട്ടെങ്കിലും ഇതൊന്നും നമ്മുടെ നാടുകളാണെന്ന ബോധമേ ഇല്ല. ആലോചിച്ച് നോക്കൂ, യൂറോപ്പിന്റെ ഈ മേഖലകൾ മുഴുവൻ, ഞാൻ കഥ പറയില്ല, സത്യമായ വസ്തുത. ചില സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ കയറി ചെന്നത് അബ്ബാസിയാക്കളുടെ കാലത്താണെങ്കിൽ, ചില കാലത്ത് കയറിയെത്തിയത് ഉമവികളുടെ കാലത്താണെങ്കിൽ, വേറെ ചില സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾക്ക് എത്തിപ്പെടാൻ, യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിപ്പെടാൻ സാധിച്ചത് ഉസ്മാനികളുടെ ഭരണകാലഘട്ടത്തിലാണ് കുറെ കൂടി ഉള്ളിലേക്ക് കയറി ചെല്ലാൻ സാധിച്ചത്. സ്വിറ്റ്സർലൻഡും ഓസ്ട്രിയയും ഇറ്റലിയുടെ കുറെ ഭാഗങ്ങളും ഫ്രാൻസും ഈ ബൾഗേറിയയും റുമേനിയയും പോർച്ചുഗലും ഒക്കെ അടങ്ങുന്ന സ്പെയിനും സിസിലിയും ഒക്കെ അടങ്ങുന്ന ഈ യൂറോപ്പിന്റെ ഒട്ടനവധി മേഖല മുസൽമാന് നഷ്ടപ്പെട്ടവയാണ്. ആ നഷ്ടപ്പെട്ടവയാണെന്ന ബോധം പോലും നമ്മുടെ കയ്യിൽ ഇല്ലാതെ പോയപ്പോൾ നമുക്കൊരു വേവലാതിയും തോന്നുന്നില്ല. അതിസമർത്ഥമായി പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇസ്ലാമിക കാലഘട്ടത്തെക്കുറിച്ച് അടർത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ചെയ്തതുപോലെ
ഇന്ത്യയുടെ സംസ്കാരം ചരിത്രവും പഠിപ്പിക്കുന്ന സമയത്ത് അതൊരു പ്രധാന ഭാഗമാണ് മുഗൾ ഭരണത്തിന്റെ, മുസൽമാന്റെ ഭരണത്തിന്റെ ഒരു പീരീഡ്. ആ ഭാഗം ചരിത്ര പുസ്തകങ്ങളിൽ പാഠത്തിൽ നിന്ന് മാറ്റി എന്ന് പറയുന്ന ഒരു സംസാരം കേട്ട് കാണും നിങ്ങൾ. എനിക്കത്ര ഉറപ്പില്ല, ഞാൻ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുകയാണ്. കാരണം ഇനി വരുന്നൊരു തലമുറ മുസൽമാന്റെ അങ്ങനത്തെ ഒരു പങ്ക് ഈ രാജ്യത്തിനുണ്ട് എന്ന് തോന്നരുത്. അതാണ് ഭൂതകാലത്തെയും വർത്തമാനത്തെയും തമ്മിൽ മുറിപ്പിക്കാൻ സാധിക്കുക ശത്രുക്കളെ ഏറ്റവും വലിയൊരു വിജയമാർഗമാണത്. അത് സംഭവിച്ചു ഈ കാലങ്ങളിലൊക്കെ.